ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? കുറേ ആയില്ലേ നമ്മൾ ഇതിൽ വീഡിയോ എടുത്തിട്ടില്ലേ? ഏകദേശം ഒരാഴ്ചയൊക്കെ ആയോ? അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഇവിടുത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ആണ് കേട്ടോ. മിന്നൂനെ ഇന്ന് കൊണ്ടുവരും നാളെ കൊണ്ടുവരും പറഞ്ഞിട്ട് ഇങ്ങനെ ലേറ്റ് ആവാന്നല്ലാണ്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടാണ്. അവിടെ പ്ലംബിങ്ങിൻ്റെ വർക്ക് കുറച്ചുണ്ട്, ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യമൊക്കെയാണ്. ഇന്ന് 2 ദിവസം കൊണ്ട് ഒളിങ്ങി വരണം. പിന്നെ വീട് ഫുള്ള് കാണിച്ചില്ലാലോ, പണി കഴിഞ്ഞിട്ട് ഇന്ന് കുറേ ആൾ ചോദിച്ച്. ഫുള്ളായിട്ട് തീർച്ചയായിട്ടും കാണിച്ചു തരും. എല്ലാം ഒന്ന് സെറ്റാണ്. ഇങ്ങനെ കച്ചറയായിട്ട് എനിക്ക് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒന്ന് അടിപൊളിയായിട്ട് സെറ്റാവണ്ടേ, എന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഓക്കെ, ഇന്ന് വീടിൻ്റെ ഉള്ളൊന്നും നമ്മൾ അനക്കുന്നില്ല, ഉള്ളൊന്നും ക്ലീൻ ആക്കുന്നില്ല, പുറമേ മാത്രമാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. ഓക്കെ, എന്നാൽ പോവാ. ചേച്ചി ആടെ നരിക്കുനി എത്തുമെന്ന് പറഞ്ഞിട്ട് നരിക്കുനി പോയിട്ട് കൂട്ടണം. ഉറങ്ങ് പോക്കറങ്ങാടി അല്ല, മൂർക്കം കൊണ്ട് അങ്ങോട്ടാ, ആ വഴിക്കാണ്. പോക്കറങ്ങാടി നിന്ന് ഇടത്തോട്ടുള്ള റോഡാണ് അത്, മൂർക്കം കൊണ്ടല്ലല്ലോ. പോക്കറങ്ങാടി തന്നെ, അവിടെ നിന്ന് ഇടത്തോട്ട്. അവിടെയൊക്കെ ഞാൻ പണ്ട് മാക്സി വിൽക്കാൻ പോകലുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിചയം. നമ്മളെ അവിടെ മാക്സി വാങ്ങുന്ന കസ്റ്റമേഴ്സിന് പോലൊക്കെ അവിടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നല്ല കുറേ എന്താ പറയുക, മാക്സിയൊക്കെ വാങ്ങി സഹകരിച്ചൊക്കെ കുറേ ആൾക്കാരുണ്ട് പോക്കറങ്ങാടി ഏരിയയിലൊക്കെ. അന്നേരം നല്ല വൈബേനും. ഒരു വലിയ കവറിനകത്ത് മാക്സിയും പിന്നെ ടോപ്പും എല്ലാ ഐറ്റംസും ആയിട്ട് ഞാനിങ്ങനെ തോളിൽ വെച്ച് ഇങ്ങനെ ഓരോ വീട്ടിൽ പോവും മാക്സി വേണമെന്ന്. ഓരോ മാക്സി അങ്ങനെ എല്ലാവർക്കും നിവർത്തി കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കും, ബാക്കി മടക്കി വെച്ച് വരും. അടവിന് ഇങ്ങനെ സാധനം എടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്. എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. ഇതും മെനക്കെട്ട കാര്യം തന്നെയാണ്, ഈ വ്ളോഗിങ്ങും വീഡിയോ എടുക്കലെല്ലാം. കണ്ടോലെ തറി മൊത്തം നമ്മൾ കേൾക്കണം, എഡിറ്റ് ചെയ്യണം. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ആരും കാണുകയില്ല. അങ്ങനെയൊക്കെ പല പ്രതിസന്ധിയിലും ഉണ്ട്, അതിനും ഉണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. നമുക്കെന്നാ സമയം പോക്കുന്നില്ല. സമയം 8:30 അവിടെ എത്തണം എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത്. ചെന്നോക്കട്ടെ. ചേച്ചി കൊടുവാളും കൊണ്ടാ വന്നേ? പുല്ല് കിട്ടുവാൻ തന്നെ അല്ലേ ഈ പുല്ല്, ഈ ഏരിയ. ഇവിടെ മെയിനായിട്ട് അങ്ങനെ. പിന്നെ ഇവിടെ കണ്ടില്ലേ എന്തല്ലോ. എന്നാലും ഞാൻ ആലോചിക്കുന്ന ഒരു തേങ്ങ എങ്ങനെ അതിൻ്റെ മുകളിൽ കുടുങ്ങിന്നാ. ചേച്ചിയെ, നമുക്ക് ഇവിടുന്ന് തുടങ്ങിയാലോ? ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ നല്ല പിയാപ്പിള എൻ്റെ ഷർട്ടെല്ലാം ഇട്ട് ഇറങ്ങിയിരിക്കുക ചേച്ചി. ഓക്കെ അല്ലേ? ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ഇട്ടടിക്ക്. പിന്നെ പൂയുമല്ല ഒന്ന്. അപ്പോൾ ഗൈസ്, ഇവിടെ ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വാവ് ഹൈ സ്പീഡായിട്ട് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കണക്കായിട്ടുള്ളൊരു കൊടുവാളും കൊണ്ടുവന്നിക്ക് അല്ലേ? വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല കൊടുവാളാണ്. അപ്പം ഇനി ഇതാ ചേച്ചി താഴോട്ട് ഇറങ്ങൂല? കാടോ? അതെ. അപ്പോൾ പിന്നെ അഥവാ ഞാൻ വരുന്നതിന് മുമ്പ് ചേച്ചി ഇതെല്ലാം അങ്ങ് തീരുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ സാധനം, ഈ ടേബിൾ ഇവള് എപ്പം കാണും ആ ടേബിൾ അവിടെ തന്നെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം ഇതിങ്ങനെ കണ്ട അവളെ ബോധം പോകും. അപ്പോഴേക്ക് ഇത് തീരുകയാണ്. നിങ്ങൾ 2 വെള്ളം പാർന്നിട്ട് ലേശം സർഫിൻ്റെ പൊടിയും ലേശം സോപ്പുമായിട്ട് വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അരച്ചാൽ മതി. ഓക്കെ. ഞാൻ പൊറാട്ടയോ എന്നാ വേണ്ടിയ കടി? പൊറാട്ടയോ ചില്ലി ചിക്കനാ? എന്തെങ്കിലും ഒന്ന് തന്നാ മതി എന്നാ. എത്ര? 4 പൊറോട്ട അല്ലേ? 2 മതിയോ? എത്ര പൊറോട്ട? എത്ര എണ്ണം കമത്തു? 2 മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പൊറോട്ട വാങ്ങി വരുമോ? അപ്പോൾ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മിന്നൂച്ചാനൊന്ന് കൂട്ടിയിട്ട് വരുന്നത്. ഒക്കെ ഇവിടെ എന്തൊക്കെയോ പിന്നെ ചേച്ചീനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ചേച്ചീൻ്റെ കാര്യം പോക്കായിന്ന്. ചേച്ചി നല്ലോണം പൊറോട്ടയെല്ലാം നല്ലോണം കഴിച്ച് സെറ്റായി നിന്നോ. ഇവിടെ 8ൻ്റെ പണി തരും. ഇതെല്ലാം പാത്രം തേച്ച് കാണാം. എന്താ കുപ്പിയാന്ന് തോന്നുന്നു, മുളക് പൊടി എന്താ ഇട്ട് വെക്കാനായിരിക്കും. എന്നാൽ പിന്നെ പോയിട്ട് വരാം. ഈ കട്ടിൽ ഇവിടെ സെറ്റാക്കണം. കട്ടിൽ ആദ്യം ഞാൻ വിചാരിച്ച കൊടുത്തോ എന്തോ ഒക്കെ
അതായത് ബാപ്പ തന്നതാ. അതായത് ഉപ്പാപ്പ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്ന നേരം കട്ടിലൊന്നും വാങ്ങാനൊന്നും പൈസയൊന്നും ഇല്ലാണ്ട് അവസ്ഥയേനു. അന്നേരം കട്ടിലൊന്നും ഇല്ലേനു. അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടുകാരേനു. അപ്പോൾ ഒരു കട്ടിൽ ആടുന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് മൂപ്പരൊരു നല്ല മനസ്സുകൊണ്ട് തന്നൊരു കട്ടിലായത്. അപ്പോൾ കട്ടിൽ ഇപ്പോൾ നമുക്കിപ്പോൾ പിന്നെ റഹീമിന് ഓനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഓലോട് ചോദിക്കേണ്ട കടമയുള്ള അമ്പേച്ച് ആദ്യം എന്നാൽ ഓലോട് തന്നെ ചോദിച്ചു നിങ്ങൾക്ക് വേണോ. ഇപ്പോൾ ഓല് അപ്പം പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് കോലായിൽ പോരാ അത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാ നമുക്ക് ഇവിടെ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഇപ്പം നമ്മളിവിടെ ഒന്നും ഗ്രില്ലൊന്നും വെച്ചില്ലേലും ഭാവിയിൽ ഗ്രില്ലൊക്കെ വെക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് വേണമെങ്കിൽ കിടക്കാറല്ല. ഇതിൽ നല്ലൊരു സോഫ പോലെ എന്തെങ്കിലും കുഷ്യനൊക്കെ ഇട്ടാലൊരു സോഫ പോലെ ആക്കാൻ മതി. കട്ടിൽ നല്ല പെലാറ്റായത് എന്നാ പറഞ്ഞു, നല്ല പെലാന്നെല്ലാം പറഞ്ഞിട്ട് ഇതെന്ത് തട്ട് ആശാരിനെ കൊണ്ട് അപ്പം ചെയ്യിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇടാത് അല്ല എടുക്കട്ടെ. എന്നാൽ തൽക്കാലം ഞങ്ങളെയും കൂട്ടി വരാം. പോകുക എന്താ എത്ര ഇന്നലെ ഉറങ്ങിയില്ലേനോ? എന്താ 3 മണിക്കാ തേച്ച് നോക്കിയിരിക്കാനാ? ആ എന്നിട്ട് എത്ര മണി വരെ? 1 മണി തൊട്ട് 3 മണി വരെ ആകെ ഉറങ്ങിയേ? ആ പിന്നെ എണീച്ച് എന്താ തീരെ ഇപ്പൊ ഉറക്കം കുറവാ രാത്രി? കൊലായി പോവാനോ? എന്താ ചെയ്യ, അത് സാരമില്ല. അതുകൊണ്ട് ഉറങ്ങിയതായിരുന്നു. എന്നാ പിന്നെ എനിക്ക് ഉറങ്ങാറുതായിരുന്നു. ഇന്ന് ആടെ ഒരു ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ എനിക്ക് ചെയ്യിക്കാനുണ്ടാവും അല്ലേ? അതെ, ഞാൻ അവരോട് ഒരു 3 പൊറോട്ട 2 എണ്ണമായിട്ട് ഒന്നുകൂടി വേണോന്ന് ചോദിച്ചു. ഇനി അവിടെ എത്തുമ്പോഴേക്ക് ഒന്ന് എനർജി വെക്കണമല്ലോ. ഏറ്റ വർക്കല്ല നീ കൊടുക്കുക നടക്ക്. ഇപ്പോൾ ഉറങ്ങാ? അവിടെയൊക്കെ നോക്കാം. ഞാൻ ഉള്ളിൽ തരാം. ആ ഓനും വരേണ്ടി വരും അല്ലേ? നമ്മളങ്ങനെ കൊണ്ടുപോകില്ലാന്ന് തീരുമാനിച്ചാണ് അല്ലേ? വാവേന വീട്ടിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് രാജകീയമായിട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് അവനെ വീട് അങ്ങനെ ഇടയ്ക്ക് വന്ന് കൊണ്ടുപോകാന്ന് ഉള്ളതിൽ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അവനെ കൂട്ടാണ്ട് പോകുന്നത്. അതെ അതെ ഇൻഷാ അല്ലാ. എന്നാലും ഞാൻ അങ്ങാടെ പോയിട്ട് വരുന്നത്. എനിക്ക് കയ്യിൽ എന്തെന്നാ ആടുന്നത് തിന്നാനുള്ള എന്തോ? എനിക്കെന്തിനാ പൊറാട്ട? എനിക്ക് ഇവിടെ ഇല്ലേ? ശരി. ഇതെന്തെന്നാ ബൾബോ? ഇന്നലെ എടുത്താ നന്നാക്കി. നമ്മളെ റൂമിലെ ബൾബ് അടിച്ചു നോക്കി. ഇന്നലെ രാത്രി ഉണ്ടല്ലോ പെട്ടെന്നൊരു സൗണ്ട് ക്ലിങ് തന്നെ. ഞാൻ വെച്ച് കറണ്ട് പോയതാന്ന്. ഞാൻ കറണ്ട് പോയതാന്ന് വിചാരിച്ച് കുറേ നേരം ആളിൽ ഇങ്ങനെ ഇരുന്നു. ആ കറണ്ട് എന്താ വരാത്തത്? പിന്നെ വെറുതെ ഒന്ന് ആളിൽ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കത്തുന്നു. സമയം 12 മണിയുണ്ട്, എവിടെയും ലൈറ്റ് ഇല്ല. അപ്പോൾ കുറേ സമയം അങ്ങനെ പോയി. എന്നാ പോവല്ലേ? പിന്നെ ഇതാണ് മിസ്സിസ് കോമള. അതെ ചേച്ചി, ഇങ്ങെന്താണ് തിരിഞ്ഞ ആടുന്ന് തിരിഞ്ഞ് കളിക്കുന്നത്? പിന്നെ പണി തരാൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം കത്തുവോ? കുറച്ചില്ലേ? ഡീസൽ വേണോ? ഡീസലോ പെട്രോൾ എന്തോന്നും ആടെ ഉണ്ടേനല്ലേ? അപ്പുറം ഉണ്ട്. എവിടെയൊക്കെ ക്ലീൻ ആയിക്ക്. ഓ ബക്കറ്റൊക്കെ. ഓ എത്ര ബക്കറ്റ് വേണം എനിക്ക്? പഴയതെല്ലാം കച്ചറ ആയിക്ക് ബക്കറ്റ്. ആ ഓ ഓ എന്തിനാ ബക്കറ്റ്? ആ ചിരട്ടയല്ല നമുക്ക് എന്തിനാ? ആർക്കും കൊടുത്താ പോരെ? എവിടെ കത്തിക്കുന്നുണ്ടോ? അല്ല അന്നേരം ഇട്ട് വെക്കും അല്ലേ? ആ ഓ ആയിക്കോട്ടെ. എന്ത് എന്ത്? ആ എന്ത് വീഡിയോലാ? ആര് പറഞ്ഞാ? റെയിം പറഞ്ഞാട്ടാ? ബാ ഇനി പാത്രങ്ങൾ എന്തെന്നാന്ന് വെച്ചാ എടുത്ത് വെച്ചോ.
നിനക്ക് ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞോ. ഒറ്റക്ക് വന്നിട്ട് ഞാൻ ഫുള്ള് അപ്പം അത് ശരിയല്ലേ, മറന്നു വയ്ക്കില്ലേ. വാ, അവിടെയൊക്കെ ഓരോ സാധനങ്ങളുണ്ട്. ചെരുപ്പാടെ കഴിക്കണമെന്നില്ല, എല്ലാം കച്ചറ തന്നെയാ. ഉള്ളിൽ വെച്ച് വെച്ചോ. അത് തുറന്നിക്ക്. ഇനി കണ്ടില്ലേനോ ഡോറ് വെച്ചേ. ഇവിടെ ഇങ്ങനെ ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും. ഇനിയും ഹൈറ്റ് ആക്കുവാനാകുമോ? ഓ, അതാ പറഞ്ഞ നായി ചാടിക്കാരുന്നുണ്ട്. ഹൈജമ്പ് പഠിച്ച നായ്ക്കളാ അവിടെ ഉള്ള. അല്ല, നെറ്റ് ഫുള്ള് വെക്കുക. ഫുള്ള് വെച്ചാ എങ്ങനെയാ കാര്യ? ഡോറിന്റെ മുകളിൽ കൂടി എല്ലാം കാര്യന്നുണ്ട്. ഡോറിന്റെ മുകളിൽ കൂടിയല്ല, സൈഡിൽ കൂടി ചാടിക്കാരനാ ഇത് ചാടിയിട്ട്. ഇത് അയില് കെട്ടാൻ ഇവിടെ ഒക്കെ ഇതുണ്ട് കേട്ടാ. ഇതവിടെ രണ്ടിടത്തിലുണ്ട്. ഓക്കെ, ഇതാ പുറത്ത് ഇഷ്ടം പോലെ കെട്ടാ. 4 വരെ കെട്ടാന്നല്ല ഇസ്ലാമിലുള്ള. അതിലാ ഞാൻ വിചാരിച്ചു ഇനി ഇല്ലാത്തവരെ ഞാനങ്ങ് കെട്ടിയാൽ ഇപ്പൊ എന്തേ പ്രശ്നമാവോന്ന് വിചാരിച്ചിട്ട് ഞാൻ കെട്ടാണ്ട് ഇന്ന്. ഞാൻ ഇല്ലാത്തവരെ നിങ്ങൾ കെട്ടിയോന്ന് ചോദിക്കുമല്ലോ ഇനി. അയിലേ അങ്ങനെ. ഓ ആയിക്കോട്ടെ. ഞാൻ വിചാരിച്ചു 4 അവിടെ കണക്കാക്കിക്ക്. ഞാൻ 4 വരെ കെട്ടാന്നാണല്ലോ. 1 2 3 4 അതിന് കണക്കായിട്ട് 4 ഇട്ടതാ ഉക്ക്. എന്ത് എന്നാലും ഇനി തിരിഞ്ഞു കളിക്കാണ്ട് എന്തെന്നാന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചോ. പാത്രങ്ങളെല്ലാം ആടെ എവിടെയാ ഉണ്ടാവുക. കുറച്ചുകൂടി എനിക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാ പറഞ്ഞാൽ മതി, എടുത്തു തരാം. ഇവിടെ ഓ ആയിക്കോട്ടെ. സെലക്ട് ചെയ്ത് എടുത്തോ. ശമ്പളമായിട്ടൊന്നും ഉണ്ടാകുകയല്ല കേട്ടോ. പാത്രങ്ങളും ഒക്കെ ആയിട്ടാ തരിക. ഓ, നല്ല അടിപൊളി യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ട് അതിൽ. ഇല്ലേതെങ്കിലും നിങ്ങൾക്ക് എന്തിനെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നോക്കി നോക്ക്. ആവശ്യമുണ്ടേ മാത്രം. ഇതൊക്കെ യൂസ് ചെയ്ത് പോലും ഉണ്ടാകുകയല്ല. ഇതാ അതിൽ പേര് വരെ ഉണ്ട്. നോക്കി നോക്ക് എന്തായാലും അവിടെ വെച്ച്. ആവശ്യമുണ്ട് എന്തെങ്കിലും അല്ലേ, പൈസ ആയിട്ട് ഇട്ട് വെക്കാനായിട്ട്. ഇങ്ങനെ ഡെയിലി പണിക്ക് പോകുമ്പോൾ അത് തന്നെ. എന്നിട്ട് അരിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതിയല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങളെ സേവിങ്സ്. ഇനിന്നാ പറഞ്ഞേ. അപ്പൊ ഗൈസ് നല്ലൊരു സംഖ്യ കിട്ടും കേട്ടോ. ഒരുപാട് വിൽക്കുവാനുള്ളതുണ്ട്. ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിയാലോ നമുക്ക് ഇത് വിറ്റിട്ട്. ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് എന്തായാലും. മുന്നേ നല്ലൊരു പാത്രം. പക്ഷെ ഇതിൻ്റെ കൈ പോയിക്ക്. കൈ വിൽക്കുവാൻ കൊടുത്താലോ അല്ലേ? ആ, ഫ്രിഡ്ജിൽ എന്തെങ്കിലും മീൻകറി ആറ്റം വെക്കാം അല്ലേ? ഫ്രിഡ്ജിൽ വെക്കുവാൻ അധികം സാധനം എനിക്ക് തന്നാൽ ഒരാഴ്ചയുള്ള ഫുഡ് വരെ ഇനി അതിൽ കാറ്റി വെക്കും. എന്താ അപ്പൊ ഗൈസ്, 1 മണിക്കൂർ നേരത്തെ, 1 മണിക്കൂറൊന്നും അല്ല, ഇവിടെ 12 മണിക്കാറ്റം കൊണ്ടുവന്നേ. ഒരുപാട് മണി 1 മണിക്കാ വന്നേ. 1 മണിക്കൊന്നല്ല. ഒരുപാട് നേരത്തെ ഇവിടുത്തെ അയച്ചു പണികൾക്ക് ശേഷം. ഏത് കൊട്ട? എന്ത് എന്നാ അളവെടുക്കുവേ? മൂടിയില്ലാത്ത അതിന്റെ അളവ് എന്തിനാ എടുക്കുന്നേ? അതിൽ എത്രത്തോളം അരി വാങ്ങണം, അല്ല ഇഞ്ചാടുന്ന് എന്തെങ്കിലും പഞ്ചാര എത്രത്തോളം അടിച്ചു മാറ്റണം എന്ന് നോക്കുവാൻ അളവ്. എന്താ ചെയ്യുക അല്ലേ? ഉള്ളൊരു അവിടെ നോക്കണേ. അവിടെ എൻ്റെ പെർഫ്യൂമൊക്കെ ഉണ്ട്. മറ്റേ കൊട്ട കട പോയിന്നല്ലേ. എന്നാലും അത് എവിടെയാ പോയെന്നാലും ഉള്ളിക്കൊട്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. നമ്മളെ കൊട്ട ഞാൻ ആ റൂമിൽ തന്നെ എവിടെയും ഉണ്ടാവും. നട്ടിൻ്റെ ഒട്ടിലുണ്ടോയെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ വാ പോരി. ഇവിടെ അധികം നേരം ഇവിടെ ഇങ്ങനെ നിർത്തിക്കൂടാ. അവൻ എന്തെങ്കിലുമൊക്കെ പൈസ ചിലവാകുന്നാലോ കാര്യം ഉണ്ടാവും. പറയുക ഇവക്ക് ഇത് വേഗം പോവുക. ചേച്ചിയെ, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കകുവാൻ ഇവിടെ വെച്ചിക്ക്. ഇത് തീരുകയാണെങ്കിൽ ഇനിയും പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ചെയ്യുക? അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ഇനി എന്താ പറഞ്ഞാൽ ഇതിൻ്റെ അളവെടുക്കണ്ടേ? ഇതിൻ്റെ ഇതിലൊരു 5 കിലോ കൊള്ളു. ഉപ്പാനോട് പറഞ്ഞ 5 കിലോ പഞ്ചാര വാങ്ങി തരുവേ. നമുക്ക് എന്തായാലും ഇവിടെ വീട്ടിൽ കൂടൽ പോലെ എന്തെങ്കിലും നടത്തിയാലോ?
ഇത് ചെറുത് അത് വലുതോ? എന്തേ അതിന് മൂടി ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ പ്രശ്നം. അതിന്റെ മഞ്ഞ തന്നെ രണ്ടും മഞ്ഞ നെയ്യണ്ടേ. എന്തോ പ്രശ്നം പറ്റിയോ? രണ്ടും ഒന്നാക്കണോ? ഞാൻ എവിടെയും കൊണ്ടുപോയി ഉരുക്കിയിട്ട് അതിന്റെ സൈസ് ആക്കിയാണോ? ഇതല്ല ഇതിപ്പോ അതേ സൈസ് അല്ലാത്തോണ്ട് എനിക്കൊരു വിഷമം പോലെ. ഞാൻ ഇത് ഏതെങ്കിലും പ്ലാസ്റ്റിക്, ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്, അതെല്ലാം കൂടെ ആയിരിക്കും ഇങ്ങോട്ട് പോയിട്ട് ഉരുക്കിയിട്ട് ഇതിൻ്റെ അതേ രൂപത്തിൽ എന്താ ഉണ്ടാക്കണോ? എന്തെന്നാ വെച്ചാൽ പറഞ്ഞോ, അതെല്ലാം ചെയ്യാ. കല്യാണം കഴിച്ചു പോയില്ലേ ഇപ്പം വേറെ എന്തെന്നാ വേറെ ഇപ്പൊ അളവ് തിരിയുന്നില്ല അല്ലേ? എന്നാ പോവല്ലേ നീ? വേറൊന്നുമില്ലല്ലോ. എന്റെ ഫോണ് എവിടെയാ വെച്ചേ? ഇപ്പൊ ഈ ലോങ് വ്യൂല് വീട് അങ്ങനെ ഉണ്ട്, നല്ല രസമില്ലേ? ഒരു വെറൈറ്റി ആയിക്കില്ലേ? മറ്റേ നിൽക്കുന്ന അതിന് പെയിന്റും കൂടി അടിക്കണം. അല്ലേ? എന്തോ അതടിക്കാം നമുക്ക്. ആരോട്? പെയിന്റ് ഇളക്ക അടിക്കും. ഓനെല്ലാരും പെയിന്റ് ഒന്നും അടിക്കലില്ല. അവൻ അപ്പുറമുള്ള വേഗം ഫിറ്റ് ചെയ്ത് വേഗം വിടുവാന്നല്ലാണ്ട്. എന്നാ പോവാ. ചോറും ചാടുണ്ടാവുക? ചോറുണ്ടോ ചാടാ? ഇല്ല പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആടെ ഉണ്ടാവും. അല്ല പിന്നെ എനിക്കും പുറത്തുനിന്ന് കഴിക്കണം എന്ന് പറഞ്ഞു വരുന്നേ. ഞാനുണ്ടല്ലോ കാര്യം വിചാരിച്ചിക്ക് ക്ലിയർ ആയിട്ടേ ഞാൻ വരുന്നത്. 2-3 ദിവസം പറയണ്ട. എന്താ കാര്യം? ഞാൻ നാളെ തന്നെ. എന്നാ കാര്യം? എന്നാ എനിക്ക് കുറച്ച് സാധനങ്ങൾ എല്ലാം ക്ലീൻ കഴിഞ്ഞിട്ടേ അതിന്റേതായ ഒതുക്കത്തിൽ വെക്കാണ്ട്. ആദ്യം നമ്മളെ കിച്ചൺ എങ്ങനെ ഉണ്ടായും കുപ്പികളൊക്കെ വരുത്തിയിട്ട് വെച്ചാല് നല്ല വൃത്തി ഉണ്ടാവില്ലേനോ? അതൊക്കെ സെറ്റ് ആക്കി അൽമാരയിൽ കുറച്ച് സെറ്റ് ആക്കാണ്ട് അതൊക്കെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് എല്ലാം ചെയ്യണല്ലേ? എല്ലാം സെറ്റ് ആയിട്ട് ക്ലീൻ ആയി കഴിഞ്ഞാൽ ഇനി ഇവിടെ റെഡിയാക്കാൻ വന്നോ 2-3 ദിവസം. ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷർട്ട് കഴിച്ചാൽ കാണുന്നിടത്തിൽ അങ്ങ് ഇടുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള അലക്കാനുള്ളത് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരും അല്ലേ? അലക്കാനൊക്കെ കുറെ ഉണ്ട്. എടുത്ത് വണ്ടിയിലിടണം. എന്നാല് ആയിക്കോട്ടെ, എന്നാൽ അതും കൂടി എടുക്കാം. എന്തായാലും വണ്ടി പോകുകയാണല്ലോ അങ്ങോട്ടേക്ക്, വെറുതെ ആക്കണ്ട. ഞാൻ അലക്കാനുള്ള എടുത്ത് വരാം. ഇത് അലക്കി എടുക്കാനുള്ള നേരമില്ല. അത് ഞാൻ പിന്നെ ബൈക്ക് മേലാറ്റോ എന്തെങ്കിലും ആയിക്കൊണ്ടോന്നുള്ള. അലക്കി കഴിയുമ്പോൾ ഒന്നും നിൽക്കാനാവില്ല. ചേച്ചിക്ക് പൈസയും കൊടുക്കണം. ATM ഗൂഗിൾ പേ ഇല്ലാന്നെനിക്ക്. പിന്നെ എന്തെങ്കിലും ചെറിയ നമ്മളും കൂടി കൂടിയാൽ കുറച്ചും കൂടി അങ്ങ് തീരും. ഒറ്റക്കാവുമ്പോൾ തീരുകയല്ല. അൽഹംദുലില്ലാ കുറേയൊക്കെ ക്ലീൻ ആയി പോയിക്ക് അല്ലേ? ഞാൻ ബസ്സിന് കാരണമായിക്കാനാ. വാവ അവിടെ ഒറ്റക്കാ. എന്നാ ആയിക്കോട്ടെ. ആരോ ബ്രേക്ക വിളിക്കുന്നുണ്ട്.